നമ്മൾ എയിംസിൽ എപ്പോഴും എയിം ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് സാരീസ്, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാരീസ് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ് ടസർ സാരീസ്. ഇന്ന് നമുക്ക് ടസർ സാരീസിനെ പറ്റി കുറച്ചൊന്ന് പഠിച്ചാലോ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ. ടസർ സാരീസ് തേടി ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് നമ്മുടെ പല പാർട്സ് ഓഫ് കേരളയിൽ നിന്ന് തന്നെ നമ്മുടെ സ്റ്റോറിലേക്ക് വരാറുണ്ട്. നമ്മൾ ഓൺലൈനും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ടസർ സാരീസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന 4,000 മുതൽ 12,000 വരെ ടസർ സാരീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 4,000 മുതൽ 12,000 വരെ ടസർ സാരീസ് എങ്ങനെയായി വെറൈറ്റി റേറ്റിൽ വരിക? അത് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 4,000 താഴെയും നമുക്ക് ടസർ സാരീസ് ചെയ്യാം, 12,000 മുകളിലേക്കും നമുക്ക് ടസർ സാരീസ് ചെയ്യാം. പക്ഷേ ആ മെറ്റീരിയൽ ഫീൽ ചെയ്യണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ അത് കുറച്ചൊരു എക്സ്പെർട്ടീസ് വേണം അതിൽ. ഈ സാരീസൊക്കെ പറയുമ്പോൾ നോയിൽ ടസർ സാരീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4,600 റേറ്റാണ് വരുന്നത്. ഇതും നോയിൽ ടസർ തന്നെയാണ്, പക്ഷേ 5,800 റേറ്റാണ് വരുന്നത്. എന്തുകൊണ്ട് ഈ വ്യത്യാസം? നോയിൽ ടസർ എന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷനാണ്. ഈ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ കോമ്പിനേഷനിൽ വരുന്ന വ്യത്യാസമാണ്. ഒരു വെഫ്റ്റ് പോകുമ്പോൾ അത് ഡേസി ടസറും, പിന്നെ വീവ് പോകുമ്പോൾ അത് നോയൽ ടസർ എന്ന് പറയുമ്പോൾ മൾബറി സിൽക്കുമാണ് വരുന്നത്. മൾബറി സിൽക്കിൻ്റെയും ഈ ഡേസി ടസറിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ മൾബറി സിൽക്ക് കൂടുതൽ വരുന്നു, ഡേസി ടസർ പ്യുവർ ത്രെഡ് കുറവ് വരുമ്പോൾ കുറച്ചും കൂടെ റേറ്റ്സ് കുറയും. പക്ഷേ ഫീൽ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം പറയാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ഫീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകാൻ പറ്റും. ഇത് 4,600, ഇത് 5,800. അതേപോലെ തന്നെ ഇതും ടിഷ്യൂ ടസറാണ്. ടസറിൻ്റെ ത്രെഡും ടിഷ്യൂവിൻ്റെ ത്രെഡും കൂടെ മിക്സ് വരുന്നത്. അതൊരു ഈക്വൽ പ്രൊപ്പോർഷനിലൊക്കെ വരുമ്പോൾ ഒരു 5,800 റേഞ്ച് വരും. ഇതേ സെയിം സാധനം നമുക്കിതിനേക്കാളും റേറ്റ് കുറച്ചും കിട്ടും, 4,000 റേഞ്ചിൽ കിട്ടും. പക്ഷേ അത് ടിഷ്യൂ ത്രെഡ് കൂടുതൽ, ടസർ ത്രെഡ് കുറഞ്ഞ്, അത് നമ്മൾ ഇറക്കുന്നുണ്ട് ഇവിടെ. പിന്നെ വരുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു റേറ്റ് 7,900 റേറ്റൊക്കെ വരും, 7,500 റേറ്റ് വരും. ഈ കാണുന്നത് 7,000 റേഞ്ച് വരും. 7,000 റേഞ്ച് വരുമ്പോൾ പ്യുവർ ഡേസി ടസർ ത്രെഡ് തന്നെയായിരിക്കും. പക്ഷേ അത് പവർ ലൂമിലായിരിക്കും വരിക, ഹാൻഡ്ലൂം ആയിരിക്കില്ല. ഈ വന്നേക്കുന്ന അതേ ഡേസി ടസർ ത്രെഡിൽ തന്നെയാണ്. 8,950 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. എന്തുകൊണ്ട്? ഇത് ഹാൻഡ്ലൂം സാരിയാണ്. ഇതിൽ കൂടെ ഈ ഗ്രൂവ്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ ഹാൻഡ്ലൂമിൽ ചെയ്തേക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് 9,700 റേഞ്ചിലുള്ളതുണ്ട്, നമുക്ക് 10,000 മുകളിലേക്ക് 12,000 റേഞ്ചിലുള്ള സാരീസുണ്ട്. എല്ലാം ടസർ തന്നെയാണ്. പക്ഷേ പ്രൈസ് റേഞ്ച് കുറയുന്നതനുസരിച്ച് മൾബറി സിൽക്കിൻ്റെ എമൗണ്ട് കൂട്ടാം. അപ്പോൾ മൾബറി സിൽക്കിൻ്റെ എമൗണ്ട് കൂട്ടി ടസറിൻ്റെ ത്രെഡിൻ്റെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് 3,000 വരെ നോയിൽ ടസർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് സ്റ്റോറിലേക്ക് വരും, നമ്മുടെ സ്റ്റാഫ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും, അത് ഫീൽ ചെയ്യിപ്പിച്ച് മനസ്സിലാക്കി തരും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ടസറിൻ്റെ വെറൈറ്റീസ് വരുന്നത്. നമ്മളെപ്പോഴും എയിം ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടും ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റുക എന്നാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ സ്റ്റാഫ് ക്ലിയർ ആയിട്ട് അത് കാണിച്ചു തരും, എങ്ങനെയാണ് അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കുക എന്ന്, എങ്ങനെയാണ് ഹാൻഡ്ലൂമിൻ്റെയും പവർ ലൂമിൻ്റെയും വ്യത്യാസം, എങ്ങനെയാണ് നോയിൽ ടസറിൽ വരുന്ന വ്യത്യാസം.